ആയോൺ ഈ ഒരു വീഡിയോയില് നമ്മൾ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ ഇന്നും വളരെ പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 23,655 മുകളിൽ നമുക്കൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ബുള്ളിഷ്നെസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. പിന്നെ രാവിലെ തന്നെ മാർക്കറ്റ് ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ എന്താണ് മാർക്കറ്റ് ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ റീടെസ്റ്റ് എടുത്തിട്ട് എഗെയിൻ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത വേറൊരു കാര്യമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് 23,840 മുതൽ 23,930 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് പറഞ്ഞിരുന്നു. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പം ഈ ഒരു റിജക്ഷന്റെ കാര്യം ഇന്ന് നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ആയിട്ട് തന്നെ എന്താണ് നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. 2:25 ക്യാൻഡലില് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ, ഒരു ഡെൽറ്റ ഡൈവർജൻസ്, ഒരു DHL പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ട്രേഡ് എടുക്കാൻ സാധിച്ചു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പല അപ്ഡേറ്റുകളും നമ്മൾ കറക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ഇമ്പോർട്ടന്റ് ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവലും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിന്റെ ലെവൽ മസ്റ്റ് ആയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നാളത്തേക്ക് ഫ്യൂച്ചറിന്റെ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നാളത്തേക്ക് നിങ്ങൾ അഗൈൻ ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് 23,850 മുതൽ 23,933 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഒരുപക്ഷെ മാർക്കറ്റ് നാളെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ഈ ഏരിയയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,000ലേക്കും അതുപോലെ തന്നെ 24,100 അതുപോലെ 150 ലെവലൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക അപ്സൈഡിലേക്ക്. ഈ ഒരു 930 ലെവൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 24,300 ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതിനിടയിലുള്ള ചെറിയ റെസിസ്റ്റൻസ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ള ലെവൽസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതായത് ഈ ഒരു 930 മുകൾ ഈ ലെവല് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 24,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ചെറിയ ലെവലാണ് 24,055, അതുപോലെ തന്നെ 24,147. ടോപ്പില് നമുക്ക് ഈ ഒരു ലെവല് കുറച്ച് സ്ട്രോങ് ആണ്. 24,300 മുതൽ 24,350 വരെയുള്ള ഏരിയ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. എഗൈൻ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടുന്ന് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്കൊരു നല്ല റിജക്ഷൻ, ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ നിങ്ങൾ മൈൻഡിൽ വെക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ആ ഒരു സമയം ഏതെങ്കിലും ഒരു ഓർഡർ ഫ്ലോയിൽ റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ നാളെ ഇപ്പം മാർക്കറ്റ് എഗെയിൻ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നാളെ ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു ഏരിയ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ എഗെയിൻ ഒരു ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു വ്യൂ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പം മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 23,733 ലെവല്. നമ്മൾ ഇന്നലെയും നമ്മൾ ഈ ഒരു ലെവൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 23,655 ലെവല് ഒരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ തന്നെ 23,600 ലെവൽ ഒരു സപ്പോർട്ടാണ്. അപ്പം ഇതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 23,490 ലെവൽ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് 23,380 മുതൽ 350 വരെയുള്ള ആ ഒരു ഏരിയ എന്താണ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അപ്പം ഇനിയിപ്പം നമുക്ക് നാളെ ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്.
അപ്പം മാർക്കറ്റ് ഒരുപക്ഷെ ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഡൗൺ സൈഡ് ഡയറക്ഷൻ മാർക്കറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൗൺ സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ മാർക്കറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു എ ബി പൂർലോ ആണ് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ഫ്യൂച്ചർ ചാർട്ടിൽ 23,650 ലെവല്, 650 മുതൽ 23,640 വരെയുള്ള ആ ഒരു ഏരിയ നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. കാരണം പ്രൈസ് ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടുന്ന് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം വലിയ രീതിയിൽ ഒരു ബീറിഷ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് ഇവിടുന്ന് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പി ഒ സി നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 23,550 ലെവല്. അതുപോലെ തന്നെ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്യുക, 23,600 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതൊക്കെ ചെറിയ ചെറിയ ലെവൽസ് ആണ്. ഓക്കെ, അപ്പൊ നാളത്തേക്കുള്ള നമ്മൾ ഇന്നത്തെ ഒരു വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്തു. അതായത് 23,000, 1 മിനിറ്റ്, 23,850 ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ ആണ്. അതുപോലെ തന്നെ 23,735 എന്ന് പറയുന്ന ലെവല് വാല്യൂ ഏരിയ ലോ ആണ്. അപ്പം ഈ ഒരു വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് മാർക്കറ്റിലെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയ ഹൈയുടെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവറിൽ മാർക്കറ്റ് മുകളിലോട്ടുള്ള ഡയറക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്, ഒരു ബുള്ളിഷായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാല്യൂ ഏരിയയുടെ ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഒരു താഴേക്കുള്ള ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു എ ബി ഫോറിലോടെ ഈ ഒരു ലെവൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്പോട്ടിൽ പറഞ്ഞ ആ ഒരു ലെവല് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പി ഒ സി നമുക്ക് നോട്ട് ചെയ്യുക, 23,800 ആണ് ഫ്യൂച്ചർ. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ലെവൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലും നമ്മൾ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിൽ പറഞ്ഞ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.